ഫ്രണ്ട് ബ്രേക്ക് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് എങ്ങനെ പിടിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നിങ്ങൾ ഈ കാണുന്ന പോലെ സഡനായിട്ട് കയറി ലോക്ക് ചെയ്ത് റിവ്യൂസ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ റോഡിൻ്റെ പലതരം സർഫേസാണ് വരുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ബൈക്ക് തെന്നിപ്പോകാനോ എടുത്തെറിയാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ സഡനായിട്ട് കയറി ഫ്രണ്ട് ബ്രേക്കിൽ ഷാർപ്പായിട്ട് പിടിക്കരുത്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ബ്രേക്ക് എപ്പോഴും നമ്മൾ സ്ക്യൂസ് ചെയ്ത് പയ്യെ പിടിക്കുക. നമുക്ക് കറക്റ്റ് ആ ഒരു ഫ്രിക്ഷൻ പോയിന്റ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സഡൻ ആയിട്ട് പിടിക്കുകയാണെന്ന് വിചാരിക്കുക, അപ്പോൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, സസ്പെൻഷൻ ലോഡായിരിക്കില്ല, ബൈക്കിനെ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുന്നതുകൊണ്ട് സസ്പെൻഷൻ കുറച്ച് ലിഫ്റ്റായിട്ട് തന്നെ നിൽക്കും. ഓക്കെ, അപ്പോൾ വീലിൻ്റെ കോണ്ടാക്ട് പാച്ച് കുറവായിരിക്കും. അതായത് നിങ്ങൾ ഈ കാണുന്ന ഇത്ര ഏരിയ മാത്രമേ വീലിന് കോണ്ടാക്ട് ഉണ്ടാകത്തുള്ളൂ. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഏരിയയിൽ മാത്രമാണ് സഡൻ ഫ്രിക്ഷൻ വരുന്നത്. ആ ഒരു ടൈമിലാണ് കുറച്ച് മണ്ണോ എന്തെങ്കിലും കിടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടി അപ്പം തന്നെ തെന്നിപ്പോവും. പിന്നെ നമുക്ക് ബ്രേക്കിങ്ങും കുറവായിരിക്കും. തെന്നിച്ചെന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഫ്രണ്ടിൽ പോകുന്ന വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നു, ബ്രേക്കിൽ നിന്ന് വരുന്ന ആൾ തെന്നിച്ചെന്നിടിക്കുന്നു. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ടൈമിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് വീലിന്ന് കോണ്ടാക്ട് പാച്ച് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബ്രേക്കിംഗ് എഫക്റ്റീവായിട്ട് കിട്ടും. അപ്പോൾ അതിനാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഈ കാണുന്ന പോലെ ബ്രേക്ക് ഒന്ന് സ്ക്യൂസ് ചെയ്ത് പിടിക്കുക. ഈ സ്ക്യൂസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് ഫ്രണ്ട് ഫോക്സ് ഇതുപോലെ ആകുമ്പോഴത്തേക്കും ടയറിലേക്ക് വെയിറ്റ് ലോഡ് കൂടും. ആ സമയത്ത് കോണ്ടാക്ട് പാച്ച് ഇത്രയുള്ള കോണ്ടാക്ട് പാച്ച് ഇത്രയായിട്ട് ഇൻക്രീസ് ആവും തറയിലേക്ക്. അപ്പോൾ നമ്മുടെ ബ്രേക്കിംഗ് കൂടുതൽ എഫക്റ്റീവായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ബൈക്കിനെ നിർത്താൻ സാധിക്കും. ബ്രേക്ക്, അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും ഫ്രണ്ട് ബ്രേക്ക് മാത്രം യൂസ് ചെയ്ത് വണ്ടി നിർത്താനുള്ള ടെക്നിക്ക് സാവധാനം പഠിച്ചെടുക്കുക. എപ്പോഴും നമുക്കത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ എൻജിൻ ബ്രേക്കിങ്ങും ത്രോട്ടിൽ ബ്ലിപ്പ് ചെയ്ത് എൻജിൻ ബ്രേക്കിംഗ് ചെയ്യാനും കൂടെ പഠിച്ചിരിക്കുക. അപ്പോൾ നമ്മളൊരു സ്പോർട്സ് ബൈക്ക് നിർത്താനുള്ള മെയിൻ 2 ഫാക്ടേഴ്സ്, ഒന്ന് ഫ്രണ്ട് ബ്രേക്സ്, അതുപോലെ തന്നെ എൻജിൻ ബ്രേക്കിംഗ്. ഇത് രണ്ടുമാണ് മെയിനായിട്ട് മോട്ടോർ സൈക്കിളിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ ഫാക്ടേഴ്സ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പഠിച്ചിരിക്കുക.